അങ്ങനെട്ടാ ഇത്തവണ വീണ്ടും ഒരു ഓണം ഷോപ്പിംഗ് വ്ളോഗായിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇത്തവണ പക്ഷേ ഞങ്ങൾക്കല്ല കേട്ടോ, ഐ മീൻ അനിയനും അനിയത്തിക്കും കൂടുതൽ വാങ്ങിക്കണം അവർക്ക് ആക്ച്വലി. അപ്പം അവരുടെ കൂടെ ഫുഡ് കഴിക്കാൻ പോകാം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പോയത്. കൂട്ടത്തിൽ അവർക്ക് ഷോപ്പും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ആദ്യം തൃപ്പൂണിത്തുറയിൽ തന്നെ എല്ലാം വാങ്ങിക്കാമെന്ന് വിചാരിച്ചാൽ പോയത്. പക്ഷേ തൃപ്പൂണിത്തുറയിലെ തിരക്കും ആളും ഒക്കെ കണ്ടപ്പോൾ ഞങ്ങൾ നേരെ എറണാകുളം സൈഡിലേക്ക് വിടാമെന്ന് വിചാരിച്ചു. എറണാകുളം സൈഡ് വരെ പോകണമെന്നില്ലായിരുന്നു, ഞങ്ങൾക്ക് സ്റ്റുഡിയോയിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ചെറിയ കടകളിൽ നിന്ന് വാങ്ങിക്കാമെന്നായിരുന്നു. പക്ഷേ ഓരോരുത്തർക്കും എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ പിന്നെ ഓരോ കടകളിൽ കയറി ഇറങ്ങും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമെന്ന് വിചാരിച്ചു. ആദ്യം ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു പേട്ടയിൽ തന്നെ, അവിടെ നോക്കി. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ലേഡീസ് ഷോപ്പ് ഉണ്ടായിരുന്നു. സംഭവം കളക്ഷൻസൊക്കെ ഉണ്ട്, പക്ഷേ ഭയങ്കര റേറ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടേക്ക് അത്രയ്ക്ക് ഞങ്ങൾക്ക് ഫീസിബിളായി തോന്നിയില്ല. അവിടെ നിന്നൊരു സാരി മാത്രം ഞങ്ങളെടുത്ത്. പിന്നെ ഞങ്ങൾ വെച്ച് ഇനിയും ഓരോ കടകൾ കയറി ഇറങ്ങണ്ടെന്ന് വിചാരിച്ച് നേരെ വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ കല്യാൺ സിൽക്സിലേക്ക് പോയി. ഇനി എങ്ങനെ ഇരട്ടി വാങ്ങിക്കാൻ കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് കല്യാണിലെത്തിയപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ അതിഭീകരമായിരുന്നു. ഒന്നാമത് ലേറ്റായി ചെന്നപ്പം പിന്നെന്താ പറയുക, എല്ലാം വലിച്ചു വാരി ഇട്ടിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. കാരണം ഓണം ടൈമാണ്, നമുക്കറിയാം. നമുക്ക് അവരുടെ സെയിൽസ് ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയൊക്കെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് സങ്കടം വരും. കാരണം അവരും അത്രയും ടയർഡായിട്ട് ബില്ലിരിക്കുന്നവരൊക്കെ എന്താ പറയുക, നല്ലപോലെ വിശക്കേടാണ്. നമുക്കറിയാം അവരുടെ അവസ്ഥ അതാണെന്ന്. അതുപോലെ തന്നെ ഷെൽഫിൽ ഒന്നും തന്നെ ഇല്ല, എല്ലാം വലിച്ചു വാരി ഇട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെയാണ് നമ്മൾ നോക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, ഈശ്വര ഇവർക്ക് ഇതൊക്കെ തിരിച്ചെടുത്ത് വെച്ചിട്ട് വേണമല്ലോ വീട്ടിൽ പോകാനെന്നൊക്കെ ഞാൻ ആലോചിച്ചു. എന്തായാലും അവിടെ ഞങ്ങൾ ഭയങ്കര പ്ലാൻഡായിട്ട് 2 പേര് കിഡ്സ് സെക്ഷനിലേക്കും 2 പേര് ലേഡീസ് സെക്ഷനിലേക്കും പോയി. അങ്ങനെയൊക്കെ ആട്ടോ ഷോപ്പ് ചെയ്തിട്ടുള്ളൂ, കാരണം ഇല്ലെങ്കിൽ തീരൂലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വളരെ പ്ലാൻഡ് ആയതുകൊണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ 1.5 മണിക്കൂർ മാക്സിമം അതിനുള്ളിൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമുക്ക് വിശക്കുമല്ലോ, അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. ഫുഡ് കഴിക്കാൻ പോയെടുത്ത് ഞാൻ കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോഴും ഒരു വെറൈറ്റി ട്രൈ ചെയ്ത് നല്ല ഫ്ലോപ്പായിരുന്നു. അപ്പോൾ ഇത്തവണ വെറൈറ്റി ട്രൈ ചെയ്യാൻ പോയപ്പോഴേ എൻ്റെ അനിയത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി നോക്കിയും കണ്ടും ഒക്കെ മതിയെന്ന്. ഞാൻ ഇല്ല, ഇത്തവണ സെറ്റായിരിക്കുന്ന വെച്ചാൽ ഞാൻ പറഞ്ഞത് കാശ്മീരി പുലാവ് ആയിരുന്നു കേട്ടോ. ഞാൻ കേട്ടേക്കണ കാശ്മീരി പുലാവിൽ നിറച്ച് ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഇട്ട് സംഭവം നല്ല സെറ്റായിരിക്കും എന്നായിരുന്നു. സംഭവം കണ്ടപ്പോൾ ഞാൻ വെച്ചു സെറ്റ്, കുഴപ്പമൊന്നുമില്ല, കഴിക്കാം, എന്തായാലും എനിക്ക് ഇഷ്ടപ്പെടുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ആദ്യത്തെ 2-3 വായ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ മുഴുവൻ പഴമാണ് എനിക്ക് കിട്ടിയത്. ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞ പേരിൽ പഴമാണ് തന്നുകൊണ്ടിരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പഴവും ചോറും കൂടെ അത്രയ്ക്ക് അങ്ങോട്ട് കോമ്പിനേഷൻ അല്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ അങ്ങോട്ട് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കൂടുതൽ സൂപ്പും പിന്നെ ഒരു ചിക്കൻ്റെ ഒരു ഫ്രൈ പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ അത് ഭയങ്കര എരിവായിരുന്നു കേട്ടോ. അത് കഴിച്ചിട്ട് നാക്കി എന്നുള്ള തൊലിയൊക്കെ പോയിട്ട് എനിക്ക് 2 ദിവസം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പരീക്ഷിച്ച 2 സാധനങ്ങളും നല്ല രീതിയിൽ ഫ്ലോപ്പായിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് 2 നാരങ്ങ വെള്ളവും പൈനാപ്പിൾ ജ്യൂസൊക്കെ കുടിച്ചിട്ടാണ്, ഗുലാബ് ജാമുനും കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ ഈ വർഷത്തെ ഓണപ്പരിപാടി ഇതോടുകൂടി അവസാനിപ്പിച്ചിരിക്കുന്നു എന്നറിയിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ ബൈ.